മനാഫ് ലോറി ഉടമ നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ മനാഫ്, കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ താങ്കൾ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഈ സൈനിക സംഘം എത്തി, മുഖ്യമന്ത്രി നേരിട്ടെത്തി, എത്രത്തോളം പ്രതീക്ഷ വേണം ഇനി? കേൾക്കാമോ? ഹലോ കേൾക്കാം. ഹലോ, ഇപ്പോൾ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും സൈനിക ഉദ്യോഗസ്ഥരും സൈനിക സംഘവും അവിടെ തിരച്ചിലിന് എത്തിയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്യുകയാണ്. അതെ, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ഒരു തിരച്ചിലിൽ? ഇതുവരെ കണ്ടതിൽ ഏറ്റവും സ്ട്രോങ്ങുമായാണ് പെയ്യുന്നത്. മുഖ്യമന്ത്രിയൊക്കെ ഫുള്ളും നനഞ്ഞു പണിയായി, എല്ലാ മന്ത്രിമാരും. ഹലോ, അങ്ങനെ ഭയങ്കര കാറ്റും മഴയാണ് ഇപ്പൊ ഇവിടെ. ഹലോ, രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി വന്നത് കാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതിൽ ഏറ്റവും വലിയ മഴയാണോ? അതെ, ഇവിടെ രക്ഷാപ്രവർത്തനം ഓരോ മിനിറ്റും വിലപ്പെട്ടതാണിത് ഇവിടെ. ഹലോ, വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ കാണിച്ചു തരുന്നത് അത്രമാത്രം കൊടും കാറ്റും മഴയാണ് ഇന്നിപ്പോ ചെയ്തു കൊടുക്കണേ. ഇത് ഈ മന്ത്രിമാരൊക്കെ ഒരു ലിമിറ്റിൽ കൊണ്ടുപോയി പത്രസമ്മേളനം കാണലൊക്കെ ആക്കിയത് നല്ലതായിരുന്നു. ഇപ്പോ മുഖ്യമന്ത്രി വന്നതിന്റെ ഒറ്റ കാരണത്താൽ 1.5 മണിക്കൂറോളം ഇവിടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു. അത് മുഖ്യമന്ത്രി വന്നതുകൊണ്ടാണോ, ഈ മഴ പെയ്തത് കൊണ്ടാണോ? അല്ല, മഴ പെയ്യുന്നതിന് മുമ്പേ ഇത് ഇതായി. ഹലോ, ഇവിടുത്തെ ഒരു ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ നമ്മളിപ്പോ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഈ മന്ത്രിമാർ ഇവരും ഈ സ്ഥലത്തെത്തുമ്പോ മിഷനറീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യിച്ചാളാണ്. ഹലോ, ഭയങ്കര കാറ്റാണ്. പിന്നെ അതേമാതിരി തന്നെ വേറൊരു സൈഡിൽ കൂടെ ഇറ്റാച്ചി കയറി പോകുന്ന ഇതുണ്ട് ഈ മലന്റെ മുകളിലേക്ക്. അത് ഇതിനേക്കാളും വലിയ അപകടം ഇനി ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ട് തോന്നുന്നത്. ആ ദൃശ്യത്തിൽ കാണാം, ഒരു മലയുടെ മുകളിൽ ഹിറ്റാച്ചി കയറി നിൽക്കുന്നത് കാണാം. അത് അപകടകരമായാണ്. അത് ഇനി മേലെ ഓൾറെഡി ഒരു കാറ്റ് വരുമ്പോ നമ്മൾ മേടിച്ചിരിക്കുന്നതാ. അതോ, നമ്മളിപ്പോ ഇത്രയും മണ്ണെടുത്തിട്ട് പോയത്, ഇനി ആ ഇറ്റാച്ചി കയറിയിട്ടുള്ള മണ്ണ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പിന്നെ ഇതായിപ്പോ എടുത്ത പണിയൊക്കെ പിന്നെ എടുക്കേണ്ടി വരും. അവിടെ ആരാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത്? ഈ രക്ഷാപ്രവർത്തനം, ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് അങ്ങനെ കൃത്യമായ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടോ? ഇല്ല, നമ്മുടെ നാട്ടിലുള്ള ഏതോ ബംഗാളികളായ കണ്ടോർക്കൊക്കെ ഇവിടെ ഇതാണ് സാറേ. ഹലോ, ഒരു കൃത്യമായിട്ട് ഒരു ശാസ്ത്രീയമായിട്ടാണെന്ന് തോന്നില്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മഴ നിന്നിട്ട് അതിന്റെ വീഡിയോ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി വിട്ടുതരാം. എന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞേരി. ആ മല ഇറ്റാച്ചി കയറിയിട്ട് പോവാണ്. മേലെ പോയിട്ട് ചെറിയൊരു നീരുറവുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യാന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മലന്റെ മുകളിൽ ആ നീരുറവ് സ്റ്റോപ്പ് ചെയ്താൽ വേറൊരു സൈഡിൽ കൂടി എന്തായാലും ഇറങ്ങുന്ന ഉറപ്പാണ്. ഹലോ, അതിനേക്കാളും വലിയ ഡേഞ്ചർ ഇപ്പൊ ഓൾറെഡി ഇടിയോ എന്നുള്ള പേടിയിൽ നിൽക്കുന്നത് മിക്കവാറും ഇറ്റാച്ചിയും ആ മണ്ണും ഇപ്പൊ താഴെത്തും. അതൊന്നും ശ്രദ്ധിക്കാൻ അവിടെ ആരുമില്ല. ഇപ്പൊ സൈനിക ഉദ്യോഗസ്ഥർ വരുന്നതൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ സൈനിക സംഘം വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കുറെ കൂടി ശാസ്ത്രീയമായ ബോധമുണ്ടാവുമല്ലോ, ഇതെങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ദുഷ്കരമായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. അവരുടെ കയ്യിൽ അതിനുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാകും രക്ഷാപ്രവർത്തനത്തിന്. പക്ഷേ ഈ സൈനികരൊന്നും ഇടപെട്ടിട്ടില്ലേ? ഇത് സ്വന്തം നിലയിൽ ആരൊക്കെയോ ചെയ്യുന്നു എന്ന സ്ഥിതി തന്നെയാണോ ഇപ്പോഴും? അതെ, ഈ സൈനികരുള്ള സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത്. ഇപ്പൊ സൈനികർ ഇവിടെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും നിർദ്ദേശം എന്തെങ്കിലും കിട്ടിക്കണമെന്ന് എനിക്കറിയില്ല. അവരിവിടെ നിൽക്കുന്നുണ്ട്. ഹലോ, ഒരു 60ഓളം സൈനികരുണ്ട് ഇവിടെ. ഹലോ, അതിന്റെ ഹെഡിനെ. ഹലോ, കേൾക്കാം, അങ്ങ് പറയൂ, കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഹെഡ് ആരാന്ന് നോക്കിയിട്ട് സൈനികരെ കയ്യിൽ കൊടുക്കണോ? ഒരു സംസാരിക്കുമോന്ന് എനിക്കറിയില്ല, ചോദിക്കണോ? ചോദിച്ചു നോക്കൂ, അവർക്ക് എന്തെങ്കിലും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ? അവർ രക്ഷാപ്രവർത്തനം എപ്പോൾ തുടങ്ങും എന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസമായിരിക്കും. കാരണം സൈനിക സംഘം എത്തിയെന്ന് പറയുമ്പോഴേ അവർ വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ ഒന്നും നടക്കുന്നില്ല. കാര്യമായി സൈനികരൊക്കെ വന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കാരണം തിരച്ചിലൊന്നും നടക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അവരോട് ചോദിച്ചു നോക്കൂ, എന്തെങ്കിലും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ? എപ്പോൾ തുടങ്ങും? ഇന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം അത് പൂർത്തീകരിക്കാൻ കഴിയുമോ? ഞാനിവിടെ അതിന്റെ ഹെഡ് ഉണ്ട്, അവർ സംസാരിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കി ചോദിച്ചു നോക്കാം. ഹലോ, ഞാൻ കുറച്ചു നേരം കൊണ്ട് എന്നെ കണക്ട് ചെയ്താൽ മതി, ഞാൻ സംസാരിച്ചു നോക്കട്ടെ.
ശരി, മനാഫാണ്, ലോറിയുടെ ഉടമയാണ്, അദ്ദേഹമാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. വലിയ അപകടകരമായ സ്ഥിതിയാണ് എന്താണ് അദ്ദേഹം അവിടെ നിന്ന് നേരിട്ട് സാഹചര്യം കണ്ട് പറയുന്ന വാക്കുകളും വളരെ അപകടകരമായ സ്ഥിതിയാണ്. ഇതുവരെ ഇല്ലാത്തത്ര മഴ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുവരെ ഇല്ലാത്തത്ര മഴയാണ് അവിടെ പെയ്യുന്നത്. വലിയ കാറ്റുമുണ്ട്, രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായ ഏകോപനമില്ല എന്നാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പറയാൻ കഴിയുന്നത്.